ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവരും? ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഫ്രൈഡേ ആണ്. പിന്നെ ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നോട് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് ആരെപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും ബിരിയാണി എന്നാണ് വരിക. അതിൽ ചിക്കൻ ബിരിയാണി തന്നെ ആദ്യം പറയുക. ബിരിയാണിക്ക് വേണ്ട ഉള്ളിയൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും. അത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്താൽ മതി. 1.5 കിലോ ചിക്കൻ്റെ ബിരിയാണി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പച്ചമുളകും ഞാൻ എടുത്തത്. പിന്നെ ഈ മസാല തന്നെയാണ് ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നെയ്ച്ചോറിൽ ഫസ്റ്റ് എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ ചോറിന് നല്ല മണം ഉണ്ടാവും. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകിയിട്ട് മാറ്റി വെക്കണം. ചിക്കൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഒരു നെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. പിന്നെ 4 ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ജീരകശാല അരി തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എവിടെയും. ഇനി നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അതാണ് ചിക്കന് മസാലയായിട്ട് ചേർക്കുന്നത്. അപ്പം നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റും കിട്ടും. ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് 1.5 ഉള്ളി ചേർത്ത് നല്ലോണം വഴറ്റുക. ഒരു ചെറിയ ബ്രൗൺ കളറ് മാറുന്നത് വരെ, ബ്രൗൺ കളറാണെന്നില്ല, കളറ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർക്കുക. ചിക്കനും ഒന്ന് നന്നായി ചേർത്ത് ഇളക്കി ചിക്കൻ്റെ കളറൊന്ന് മാറുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. ഇതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റണം. അതിൻ്റെ പച്ചമണം നല്ലോണം പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ 1/4 ഭാഗത്തോളം ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. അതാണ് ചിക്കൻ്റെ മസാലയായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടും വേണം. അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ഗരം മസാല ഇടുക. ഞാനിത് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈരും ചേർക്കണം. ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം മല്ലിച്ചപ്പും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നിറങ്ങിയ വെള്ളവും പിന്നെ തൈരിൻ്റെ ഇതും കൂടി ആവുമ്പോൾ ചിക്കൻ വെന്തോളും. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്ന അത് ഞാൻ മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷോർട്സുമായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. ആദ്യം നെയ്യ് ഒഴിക്കുക. പിന്നെ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നെയ്യൊരു 2-3 സ്പൂണ് ഒഴിക്കണം എന്തായാലും, എന്നാൽ നല്ല മണം ഉണ്ടാവും. പിന്നെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, അങ്ങനെ ഗരം മസാല എല്ലാം ഇട്ട് ഒരു ചെറിയ ഉള്ളിയും മുറിച്ചിട്ട് നന്നായി വഴറ്റുക. അതിന് ശേഷം പച്ച മസാല ചേർക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം അരി ചേർക്കുക. അരിയും നന്നായി മിക്സ് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ എത്ര ഗ്ലാസ്സാണോ അരി എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക. ഇടയ്ക്ക് ചിക്കനും ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇന്നൊരു പായസവും കൂടി വെക്കാനുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു മധുരം ഇല്ലാതെ പറ്റില്ലല്ലോ. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്കെല്ലാം പണി കഴിഞ്ഞ്. പിന്നെ ഈ ബിരിയാണി എൻ്റെ റെസിപ്പി അല്ല, ഞാൻ യൂട്യൂബിൽ കണ്ട പല ബിരിയാണി റെസിപ്പിയിൽ നിന്നും ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ്.
നെയ്ച്ചോറായിട്ടുണ്ട്. പായസം ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് ആവുന്നുണ്ട്. ഇനി ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ആദ്യം മല്ലിച്ചപ്പിട്ട്, പിന്നെ മസാല കൂടുതലുണ്ടെങ്കിൽ 2 ലെയറാക്കി ഇടും, അല്ലെങ്കിൽ ഒറ്റ ലെയറാക്കിയിട്ട് ചോറ് 2 ലെയറാക്കിയിട്ട് ഇടുക ചെയ്യുക. ഇവിടെ നമ്മളെ നാട്ടിലതുപോലെ അടുപ്പിൽ വെക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പഴയൊരു ഫ്രൈയിങ് പാൻ വെച്ച് അതിൻ്റെ മേലെ ചെറിയ തീയിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ചൂട് വെള്ളം എടുത്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ ദമ്മിടുന്നത് ഇവിടുന്ന്. അങ്ങനെ പായസവും ചോറ് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ചോറ് തിന്നാനിരിക്കണം. ഞാൻ സാലഡ് ആക്കുമ്പോൾ തൈരിൽ മുളക്, പച്ചമുളക്, ഉള്ളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പിടും. അതേ ഇടാറുള്ളൂ. തക്കാളി ഇടാറില്ല. ഞാനും മോളും കൂടിയിട്ട് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ അവൾക്ക് ലെഗ് പീസ് വേണം. അതിന് പറയുന്നത് കൊണ്ട് എങ്ങനെ ചിരിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നുണ്ട്. ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോവുകയും ചെയ്ത്. പിന്നെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് അച്ചാറും എല്ലാം ഉണ്ട്. അതൊക്കെ കൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ ഫുഡ് അടിപൊളിയായി. ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ രാത്രിയാകുമ്പം ഒന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ചുമയും പനിയുമാണ്. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ മാറിയിട്ടുള്ളത്. അങ്ങനെ രാത്രിയായപ്പോൾ ഞാനൊരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം, വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി. വെറുതെ ഒന്ന് പുറത്തിങ്ങനെ നടന്നാൽ മതി പോയിട്ട്. അതിന് സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് വെറുതെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി. അതേപോലെ ചിലപ്പം വാങ്ങും, ചിലപ്പോൾ ഒന്നും വാങ്ങൂല, തിരിച്ചു വരും. അത്രയേ വേണ്ടൂ. ഒന്ന് റിഫ്രഷ് ആകും എല്ലാവരും. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടെ ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലാഗൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ പാത്രങ്ങൾ, സാന്റാക്ലോസ്, അങ്ങനെ പലതും പല ഷോപ്പിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് 2 ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.